ഹലോ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ എന്നൊക്കെ ഉള്ളത് അല്ലേ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ബോഡിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുക. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിന്. അതായത് ഇത് രണ്ടും ഇല്ലാതെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമ്മൾ അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നോക്കി. പിന്നെ അതേപോലെ സോഫ്റ്റ്വെയറിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ചിട്ട് പഠിക്കാം ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു എന്താണ് കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിൽ നടക്കുന്നത് എന്നുള്ളത്. അത് ഫസ്റ്റ്, അതായത് 3 ഭാഗമുണ്ട്: ഒരു ഇൻപുട്ട് യൂണിറ്റ്, പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ്, ഒരു ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് യൂണിറ്റിലൂടെ ഡാറ്റയോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ നമ്മൾ കൊടുക്കുന്നു. ഈ ഇൻപുട്ട് യൂണിറ്റിലേക്ക് നമ്മൾ ഹാർഡ്വെയർ ഡിവൈസസുകൾ യൂസ് ചെയ്തിട്ട് ഡാറ്റകൾ കൊടുക്കുന്നു. എന്നിട്ട് ആ ഡാറ്റകൾ സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഉണ്ടാവും പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ബിൽറ്റ് ചെയ്യുന്ന അതുണ്ടാവും സ്റ്റോറേജ് ഡിവൈസസ്. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നതിനാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി സ്റ്റോറേജിൽ, പ്രൈമറി സ്റ്റോറേജിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് അതിനെ നമ്മൾ കൺട്രോൾ യൂണിറ്റ്, അതായത് അതിനെ നമ്മൾ CPU-യിലേക്ക് കൊടുക്കുന്നു ഡാറ്റ. ഈ CPU എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് ഡാറ്റ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ എന്തൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും ആണ് ഉള്ളത്. ഇതിനെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം കേട്ടോ. കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ഡാറ്റകൾ, ഈ CPU-യിലുള്ള ഡാറ്റകൾ എന്തായിരിക്കും? ഈ CPU-യിലുള്ള ഡാറ്റകളും പിന്നെന്താണ് ഈ സ്റ്റോറേജ് യൂണിറ്റ്, ഈ CPU-യിലുള്ള ഡാറ്റ ഈ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് തന്നെ വൈസ് വേഴ്സ ആയിട്ട് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്നിട്ട് ഈ ഡാറ്റകൾ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് എത്തുന്നു. ഈ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് എത്തിയ ഡാറ്റയാണ് നമുക്ക് റിസൾട്ടായിട്ട് പുറത്തേക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡാറ്റയോ പ്രോഗ്രാമോ ഇൻപുട്ട് യൂണിറ്റിലേക്ക് കൊടുത്തിട്ട് ആ ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് വരുന്നു. അപ്പം നമുക്ക് മോണിറ്ററോ അതായത് സ്പീക്കേഴ്സോ ഒക്കെ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസുകളുണ്ടല്ലോ, ഔട്ട്പുട്ട് ഡിവൈസസുകളായിട്ട് നമുക്ക് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ അതിൽ ഞാൻ പറഞ്ഞു CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിൽ 2 പാർട്ടുണ്ട്. എന്തൊക്കെയാണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. അതിൽ എന്താണ് CPU നമുക്ക് നോക്കാം. അതായത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കൂടെ കൂടിയിട്ടുള്ളതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. CPU എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിന്, നമ്മളെ ബ്രെയിനിൻ്റെ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റി വർക്കുകളും മെയിനായിട്ട് ചെയ്യുന്നത് എവിടെയാണ്? CPU-യിലാണ്. പിന്നെ എന്താണ്? ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ ഓപ്പറേഷൻ ഓഫ് ഓൾ അതർ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. വേറെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എല്ലാ ഓപ്പറേഷൻസുകൾ കൺട്രോൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഈ CPU-നാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ CPU-യിൽ എന്തൊക്കെ 2 പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു: അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. അതിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അഥവാ ALU എന്താണെന്ന് നമുക്ക് പറയാം. അതായത് ഈ ALU എന്ന് പറഞ്ഞത് എന്താണ്? CPU-ൻ്റെ ഒരു പാർട്ടാണ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്നൊക്കെയാണെങ്കിൽ ഇത് CPU-ൻ്റെ പാർട്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഈ ALU നടക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസുകളാണ്. എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ അറിയോ? അഡിഷന്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസുകളാണ് നമുക്ക് ഈ ALU-ൽ നടക്കുന്നത്.
ഓക്കെ. പിന്നെന്താണ് ഈ അരിത്ത് സോറി, അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക് ഓപ്പറേഷനും കൂടെയാണ് കേട്ടോ എന്തിൽ നടക്കുന്നത്, ഈ ALUവിൽ നടക്കുന്നത്. ഓക്കെ. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവയും ലോജിക്കൽ ഓപ്പറേഷനായ കമ്പാരിസൺസും പിന്നെന്താണ് ഈക്വൽ ടു ആണ് നടക്കുന്നത്. കമ്പാരിസൺസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ പോലെ രണ്ട് കമ്പയർ ചെയ്യാൻ. പിന്നെ ഈക്വൽ ടു കൂടെയാണ് എന്ത് ഇവിടെ ALU നടക്കുക. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക് ഓപ്പറേഷനും എന്തിൽ നടക്കുന്നുണ്ട്, ALUവിൽ നടക്കുന്നുണ്ട്. പിന്നെന്താണ്, വർക്ക്സ് ക്ലോസ്ലി വിത്ത് കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി ടു പ്രോസസ് ഡാറ്റ. ഇത് ALU എവിടെയാണ് വർക്ക് ചെയ്യുക, കൺട്രോൾ യൂണിറ്റിൻ്റെ ക്ലോസ് ആയിട്ട്. പിന്നെ ഡാറ്റ മെമ്മറിനെ മെമ്മറിയിലുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ALU വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഇറ്റ് ഈസ് ആക്ട് ആസ് ദ കാൽക്കുലേറ്റർ ആൻഡ് ഡിസിഷൻ മേക്കർ ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. ഈ ALU ആണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റർ ആയിട്ടും ഡിസിഷൻ മേക്കറായിട്ടും കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഡിസിഷൻ മേക്കറും പിന്നെന്താണ് കാൽക്കുലേറ്ററായിട്ട് വർക്ക് ചെയ്യണ ALU ആണ്. പിന്നെന്താണ് ഈ ALUവിനെ നമ്മൾ പറഞ്ഞു ബ്രെയിൻസ് കാൽക്കുലേറ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ കാൽക്കുലേറ്റർ ആണ് എന്ന് തന്നെ പറയാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു ALU സിയും, അതായത് കൺട്രോൾ യൂണിറ്റുമാണ് CPU-ലുള്ളതെന്ന് പറഞ്ഞു. ALU എന്താണെന്ന് നമ്മൾ നോക്കി അല്ലേ. ഇനി CU അതായത് കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ പിക്ചർ നോക്ക്. കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ALU. പിന്നെ അതിൽ രണ്ടും കൂടെ എന്താണ് മെയിൻ മെമ്മറിയിലേക്ക് മെയിൻ മെമ്മറിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത് എന്താണ്, ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് എന്തിരിക്കും, കൺട്രോൾ യൂണിറ്റിലേക്ക് പോകും അല്ലേ. എന്നിട്ട് ഈ ഇൻസ്ട്രക്ഷന് ഡീകോഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷന് ഡീകോഡ് ചെയ്ത് കമാൻഡ് ആക്കിയിട്ട് മാറ്റും കൺട്രോൾ യൂണിറ്റിൽ. എന്നിട്ട് ഈ ഡാറ്റകൾ എന്തായിരിക്കും, ഈ ALUവിലേക്ക് പോകും. എന്നിട്ട് ഈ കമാൻഡുകൾ ഉണ്ടാവില്ല, നമ്മൾ ഡീകോഡ് ഈ ഇൻസ്ട്രക്ഷന് ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ കമാൻഡ് ആക്കിയിട്ട് മാറ്റും എന്ന് പറഞ്ഞല്ലോ. അതായത് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷന് കൺട്രോൾ യൂണിറ്റിൽ എഴുതിയിട്ട് എന്ത് ചെയ്തു, അത് ഡീകോഡ് ചെയ്തിട്ട് അത് കമാൻഡ് ആക്കിയിട്ട് മാറ്റും. ആ കമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യും, ALUവിലേക്ക് കടത്തിവിടും. ഈ ALU എന്താ ഇവിടെ ചെയ്യുന്നത്, ഈ കമാൻഡുകളെ എക്സിക്യൂട്ട് ചെയ്യും. അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് തന്നെ കിട്ടും. മെയിൻ മെമ്മറിയിലേക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് പോവും. അതാണ് ഇവിടെ ഒരു സൈക്കിളായിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. ആദ്യം മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് ആ കൺട്രോൾ യൂണിറ്റിലേക്ക് പോയിട്ട് അത് കമാൻഡാക്കി മാറ്റിയിട്ട് അത് ആ കമാൻഡിനെ പിന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്തായിരിക്കും, മെയിൻ മെമ്മറിയിലേക്ക് തന്നെ ഡാറ്റ എത്തും അല്ലേ. എന്നിട്ടാണ് നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ CPU-ൻ്റെ മെയിൻ പാർട്ട് തന്നെയാണ്. അതായത് കൺട്രോൾ യൂണിറ്റും ALU രണ്ടും മെയിൻ പാർട്ടാണ് CPU തന്നെ പറഞ്ഞാൽ എന്താണ്, ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ടുകൾ തന്നെയാണ് കൺട്രോൾ യൂണിറ്റും ALU പറയുന്നത്. ഇറ്റ് കൺട്രോൾ കോർഡിനേറ്റ്സ് ഹൗ ഡാറ്റ മൂവ്സ് ബിറ്റ്വീൻ ദ CPU, മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇതിവിടെ ഇത് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്, ഇത് കൺട്രോൾ ചെയ്യുകയും എന്താണ് പിന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ് ഡാറ്റ മൂവ് ചെയ്യുന്നത്, എങ്ങനെ CPU-നും മെമ്മറികൾക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾക്കിടയിലൊക്കെ എങ്ങനെയാണ് ഡാറ്റ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ CPU അതായത് കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഡസ് നോട്ട് സ്റ്റോർ ഡാറ്റ ഓർ പ്രോസസ് ഇറ്റ്. ഇവിടെ എന്താണ്, ഡാറ്റകൾ സ്റ്റോർ ചെയ്യുകയോ പ്രോസസ്സ് ചെയ്യുകയോ ഇല്ല. ബട്ട് ഇറ്റ് ടെൽസ് ദ ALU മെമ്മറി ആൻഡ് ഹാർഡ്വെയർ വാട്ട് ടു ആൻഡ് വെൻ. അതായത് ALUവും
പക്ഷേ ഇവിടെ എന്താ പറയണത് വെച്ചാൽ ALU മെമ്മറി ഹാർഡ്വെയറും എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആരെടുത്ത് ഉണ്ടാവും ഡീറ്റെയിൽസ്, കൺട്രോൾ യൂണിറ്റിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി ആ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടുത്തെ പറഞ്ഞു പോയി അല്ലേ, എന്താണ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് എന്താണ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, ഈ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുക, അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതി. ഡീകോഡ് ചെയ്യുക എന്നാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ ഡയറക്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ടു ക്യാരി ഔട്ട് ടാസ്ക്, അതായത് ഇത് എന്നിട്ട് കമ്പ്യൂട്ടറിലേക്ക് എന്തായിട്ട് കൊടുക്കുക, കമ്പ്യൂട്ടറിലേക്ക് ഈ വേറെ കമ്പ്യൂട്ടറിൻ്റെ വേറെ പാർട്ടിലേക്ക് ഇത് കൊടുക്കുക അല്ലേ. ഇതിനിപ്പോൾ എന്താ കൺട്രോൾ, ഇതിലിപ്പോൾ ഷോർട്ടാക്കിയിട്ട് പറയണ കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാനേജർ ഓഫ് ദ കമ്പ്യൂട്ടറിൻ്റെ ഒരു മാനേജറാണെന്ന് തന്നെ പറയാം. നമുക്കറിയാം ഒരു ഒട്ടുമിക്ക അതിൻ്റെ ഇതും വഹിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് തന്നെയാണ് അല്ലേ. ഇറ്റ് ടെൽസ് ഓൾ അതർ പാർട്ട് ഹൗ ടു വർക്ക് ടുഗദർ. ഇവിടെ എന്താണ് എങ്ങനെയാണ് എല്ലാ വേറെ പാർട്ടുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, CUയിൽ. ഇനി ഇൻപുട്ട് ഡിവൈസസുകളുടെ റോൾ എന്താണെന്ന് നോക്കാം അല്ലേ. ദ റോൾ ഓഫ് ഇൻപുട്ട് ഡിവൈസസ് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആർ ഹാർഡ്വെയർ പാർട്സ് യൂസ്ഡ് ടു എൻ്റർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു എ കമ്പ്യൂട്ടർ. അതായത് ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെയാണെങ്കിൽ ഒരു ഹാർഡ്വെയർ പാർട്സ് ആണ്. അതെന്താണ് ഡാറ്റ എൻ്റർ ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക്, അതായത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്സിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ ഇൻപുട്ട് ഡിവൈസസ് എന്താ ചെയ്യുന്നത്? യൂസേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് യൂസേഴ്സിന് കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദ ഡാറ്റ ഗിവൺ ത്രൂ ഇൻപുട്ട് ഡിവൈസസ് ഈസ് പ്രോസസ്ഡ് ബൈ ദ CPU. ഇവിടെ ഡാറ്റ എങ്ങനെയാണ് ഇൻപുട്ട് ഡിവൈസസ് വഴി കൊടുത്തിട്ട് അതിന് അവിടെ CPUയിലാണ് ഈ ഡാറ്റ ഒക്കെ പ്രോസസ്സ് ചെയ്യണം. എക്സാമ്പിൾ ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ പറയണത്. കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, വെബ് ക്യാം, ഇതൊക്കെ എന്താണ് ഇൻപുട്ട് ഡിവൈസസുകളാണ്. അപ്പോൾ ഇത് കീബോർഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട്. മൗസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെയാണ് മൗസ്. സ്കാനർ നമ്മൾ ഇമേജും ടെക്സ്റ്റൊക്കെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി, സ്കാൻ ചെയ്തെടുക്കാൻ. മൈക്രോഫോൺ സൗണ്ടിന്. വെബ് ക്യാമൊക്കെ നമ്മൾ എന്താണ് ക്യാമറ, അതായത് വെബ് ക്യാമറ എന്നാണ് വീഡിയോക്ക്. ഇത് ദ റോൾ ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ഈസ് ടു ആക്ട് ആസ്, ഇവിടെ എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്താണ് ഒരു പ്രത്യേക റോളാണെന്നുള്ളതാണ് ഇവിടെ ഷോർട്ടായിട്ട് പറയുന്നത്. കാരണം വെച്ചാൽ ദ റോൾ ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ഈസ് ടു ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള അതായത് യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇടയ്ക്കുള്ളൊരു പാലായിട്ടാണ് ഇൻപുട്ട് ഡിവൈസസ് ഇതാക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഡാറ്റ കൊടുക്കുക അല്ലേ, കമ്പ്യൂട്ടറിന് ഡാറ്റ കൊടുക്കുക. അതായത് ഈ ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസർക്ക് ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് മാത്രമേ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകൾ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഈ ഡാറ്റകൾ സ്വീകരിക്കുന്നത് കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പാലായിട്ടാണ്, യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധപ്പെടാനുള്ള ഒരു പാലായിട്ടാണ് ഇൻപുട്ട് ഡിവൈസസുകൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ, ഇനി ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ വേണം നമുക്ക് റിസൾട്ടുകൾ ഇങ്ങോട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ അല്ലേ. നമ്മൾ ഡാറ്റകൾ അങ്ങോട്ട് കൊടുത്താൽ പോരല്ലോ,
നമുക്ക് ആ കൊടുത്ത ഡാറ്റനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് നമുക്ക് കിട്ടണ്ടേ, തിരിച്ച് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസുകൾ യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? is a hardware parts that present the processed data from the computer to the user. അതായത് പ്രോസസ്സിങ് നടത്തിയ ഡാറ്റ തന്നെ കമ്പ്യൂട്ടർ യൂസറിലേക്ക് അവൈലബിൾ ആവാനും വേണ്ടിയിട്ടാണ് എന്ത് ഔട്ട്പുട്ട് ഡിവൈസസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഡിജിറ്റൽ റിസൾട്ട് എന്താണ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ റിസൾട്ടായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുക അല്ലേ. അതായത് അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഇതായിട്ട് ആ ഡിജിറ്റലായിട്ടുള്ളത് മാറ്റിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഔട്ട്പുട്ട് ഡിവൈസിൽ നടക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസുകളാണ് എന്താണ്? മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, അല്ലെങ്കിൽ ഹെഡ്ഫോൺ, പ്രൊജക്ടർ അല്ലേ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജസോ വീഡിയോസോ ടെക്സ്റ്റോ ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് മോണിറ്റർ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റർ എന്താണ്? പേപ്പറിൻ്റെ ഹാർഡ് കോപ്പി അല്ലേ, ഗിവ്സ് ഹാർഡ് കോപ്പി ഓൺ പേപ്പർ. അതായത് നമുക്ക് പ്രിൻ്റർ, അതായത് നമുക്ക് നമ്മളെ ഈ കമ്പ്യൂട്ടറിലുള്ളതിൻ്റെ കോപ്പി അല്ലേ, ഹാർഡ് കോപ്പി ഒരു പേപ്പറിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പീക്കർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, പ്രൊജക്ടർ അതായത് ബിഗ് സ്ക്രീനിൽ ആണല്ലേ. പ്രൊജക്ടറൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അതായത് നമ്മൾ സെമിനാറോ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവന്തോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പോലെ നമ്മൾ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ചെറിയ സ്ക്രീനിലുള്ളത് എന്താണ് ബിഗ് സ്ക്രീനിലാക്കി കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഔട്ട്പുട്ട് ഡിവൈസസ് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ കമ്പ്യൂട്ടേഴ്സ് റിസൾട്ട് ബാക്ക് ടു ദ യൂസർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ റിസൾട്ട് അതായത് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ റിസൾട്ട് നമ്മൾ യൂസേഴ്സിന് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്താ, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താ, ഹാർഡ്വെയർ എന്താ നോക്കി. ഇനി നമ്മൾക്ക് എന്താണ് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറികൾ സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പം എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് സ്റ്റോറേജ്. കമ്പ്യൂട്ടർ മെമ്മറി എന്താണ്, സ്റ്റോറേജ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടറിൽ സിസ്റ്റം ഹോൾഡ്, അതായത് സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഹോൾഡ്, അതായത് എന്തൊക്കെയാണ് നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിങ്. അതായത് നമുക്ക് എന്തൊക്കെയാണ് ആ കമ്പ്യൂട്ടറിലേക്ക് നടക്കാനുള്ളത്, അതായത് സ്റ്റോറേജ് അല്ലേ. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യണത്, അതിൽ ഹോൾഡ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ഡാറ്റയും ഇൻസ്ട്രക്ഷനും, അതായത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷനാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിങ്ങിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സിങ് നടക്കുമ്പോഴുള്ള ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്. പിന്നെ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രോസസ്സിങ് ബിഫോർ ദേ ആർ റിലീസ്ഡ് ടു ആൻ ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അതായത് ഫൈനൽ റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യാനും നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ മെമ്മറികൾ എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറികളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറിയാണ് പറയാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് രജിസ്റ്റർ മെമ്മറി. അപ്പോൾ ഏതൊക്കെ മെമ്മറികളാണ് അറിയോ? രജിസ്റ്റർ മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി
മെമ്മറി. അങ്ങനെ 4 മെമ്മറികളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതിൽ രജിസ്റ്റർ മെമ്മറി എവിടെയാണ്? ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ CPU. CPUവിൻ്റെ ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് എന്നാണ്ട് സ്മാളസ്റ്റ് ആണ്, പക്ഷെ എന്താണ് ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. ഇത് സ്മാൾ ആണെങ്കിലും എന്താണ് ഇത് ഫാസ്റ്റ് ആണ്. ഓക്കെ, സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻ ആൻഡ് അഡ്രസ് ദാറ്റ് CPU ഈസ് കറൻ്റ്ലി യൂസിങ്. അതായത് CPU കറൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസും അഡ്രസ്സുകളും ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? രജിസ്റ്റർ മെമ്മറിയിലാണ്. എക്സാമ്പിൾ അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഒക്കെ എന്താണ്? രജിസ്റ്റർ മെമ്മറിക്ക് എക്സാമ്പിൾസുകളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് മെമ്മറിയാണ് അല്ലേ. അതായത് CPU-ക്കും റാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വെരി ഫാസ്റ്റ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അതിവിടെ എന്താണ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അത് എന്തിനും വേണ്ടിയിട്ടാണ്? നമ്മളെ പ്രോസസ്സിങ് സ്പീഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസുകളാണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓരോ ലെവൽസുകളുണ്ട് കേട്ടോ. ക്യാഷ് മെമ്മറിക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇതിൽ ലെവൽ 1 ഈസ് ഫാസ്റ്റസ്റ്റ്. ലെവൽ 1 ആയിരിക്കും എന്ത് ഫാസ്റ്റ്. പിന്നെ L3 ഈസ് ലാർജസ്റ്റ്. ഇതിൽ L1 ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് സ്മോളാണ്. പക്ഷെ L3 എന്നാൽ എന്താണ്? അതിൽ ലാർജസ്റ്റ് ആണ്, പക്ഷെ അത്ര L1-ൻ്റെ അത്ര സ്പീഡ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിയാണ് എന്ത് പറയുന്നത്? മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡയറക്റ്റ്ലി ആക്സസ് ബൈ CPU നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇത് വോളറ്റൈലാണ്. അതായത് വോളറ്റൈലും നോൺ വോളറ്റൈലും പഠിച്ചിട്ടുണ്ടോ? വോളറ്റൈൽ എന്ന് പറഞ്ഞാണെങ്കിൽ പവർ ഓഫ് ചെയ്താൽ ഡാറ്റ ലോസ്റ്റ് ആയി പോകും അല്ലേ. പവർ ഓഫ് ചെയ്താൽ, അതായത് നമ്മൾ കറണ്ട് പോയേക്കാണെങ്കിൽ അതിൻ്റെ ഡാറ്റ മൊത്തം പോകും. അപ്പോൾ അതാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ട് മെയിൻ മെമ്മറികളുണ്ട്. അതായത് 2 പ്രൈമറി, റാമും റോമും. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. ഇത് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ് റാം. പിന്നെ റോം പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഇത് പെർമനൻറ്റ് മെമ്മറിയാണ് കേട്ടോ. ഈ റോം എന്ന് പറഞ്ഞാൽ, റാം പറഞ്ഞാൽ ടെമ്പററി മെമ്മറിയാണ്, റോം പറഞ്ഞിട്ടാണെങ്കിൽ പെർമനൻറ്റ് മെമ്മറിയാണ്. ഓക്കെ, ഇൻസ്ട്രക്ഷന് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് റോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം സ്റ്റോറേജ് ഓഫ് ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ ലോങ് ടേമിൽ സ്റ്റോർ ചെയ്യാനുള്ളത്, പെട്ടെന്ന് ഡാറ്റകൾ ഇങ്ങനെ അതായത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് വരുന്ന ഡാറ്റകളല്ല, നമുക്ക് ലോങ് ടേം ആയിട്ടും ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇത് നോൺ വോളറ്റൈൽ ആണ്, കാരണം ഡാറ്റ അവിടെ ഇത് പവർ ഓഫ് ചെയ്താലും എന്താണ് ഡാറ്റകൾ അവിടെ തന്നെ കാണും. ഓക്കെ, പിന്നെന്താണ്? പ്രൈമറി മെമ്മറിനെക്കാട്ടും സ്ലോ ആണ് സെക്കൻഡറി മെമ്മറിക്ക്. അതായത് പ്രൈമറി മെമ്മറിയിൽ അത്രയും ഇതാണെങ്കിലും അതിൻ്റെ ഇത് കപ്പാസിറ്റി എന്താണ് സെക്കൻഡറി മെമ്മറിനെക്കാട്ടി കൂടുതലാണ്. ഓക്കെ, ഇനി സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്ക്, സോളിഡ് സ്റ്റേറ്റ്
പിന്നെ സി ഡി, ഡി വി ഡി, പെൻഡ്രൈവ് ഒക്കെ എന്താണ് സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾസുകൾ ആണ്. അപ്പം എന്താണ് ഇവിടെ രജിസ്റ്റർ, നമ്മൾ ഏതൊക്കെ മെമ്മറികളാണ് നോക്കിയത്? രജിസ്റ്റർ മെമ്മറി, അതായത് രജിസ്റ്റർ മെമ്മറി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആണ്. പിന്നെ എന്താണ് സി പി യുക്ക് ഉള്ളിലാണ്, ഇൻസൈഡ് ദ സി പി യു ആണ്. പിന്നെ ക്യാഷ് മെമ്മറി പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ആണ്. പിന്നെന്താണ് അതിൽ ഫ്രീക്വൻ്റ്ലി ആയിട്ടുള്ള ഡാറ്റകളാണ് അവിടെ യൂസ് ചെയ്യുക. പിന്നെ പ്രൈമറി മെമ്മറിയിലാണ് എന്ത് റാമും റോമും ഉള്ളത്. ഇത് ഡയറക്റ്റ് സി പി യു ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. പിന്നെ സെക്കൻഡറി മെമ്മറി പെർമനൻറ്റ് സ്റ്റോറേജ് എച്ച് ഡി ഡി എസ്, അതായത് എച്ച് ഡി ഡിയും എസ് എസ് ടിയും ഉള്ള പെർമനൻറ്റ് സ്റ്റോറേജുകളായ എച്ച് ഡി ഡിയും എസ് എസ് ടി ഉള്ളതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി പവറൊക്കെ കുറവാണെങ്കിൽ നമ്മൾ എസ് എസ് ടി കൂട്ടി എസ് എസ് ടി ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറയും അല്ലേ. അതായത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരാനുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ application software is a type of computer program designed to help the user perform specific task. അതായത് സ്പെസിഫിക് ടാസ്കുകൾ നിർവഹിക്കാനും വേണ്ടിയിട്ട് യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ യൂസർ ഓറിയൻ്റ് ആണ്. അലൈക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കൂടാതെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നൊക്കെയാണെങ്കിൽ യൂസർ ഓറിയൻ്റഡ് ആണ്. സോഫ്റ്റ്വെയർ എന്നൊക്കെ ആണെങ്കിൽ യൂസർ ഓറിയൻ്റഡ് ആണ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സുകളാണ്. അത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഈസി ടു യൂസ് വിത്ത് എ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക യൂസ് ചെയ്യാൻ പറ്റും. അത് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ്. നമുക്ക് യൂസേഴ്സിന് എന്താണ് യൂസേഴ്സിന് കറക്റ്റ് മാനുവലി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ആപ്ലിക്കേഷൻ എന്ന ആപ്പുകൾ കേട്ടോ, വലിയ നമുക്ക് ഡൗട്ട് അടിക്കേണ്ട ആപ്പുകൾ. ഇപ്പോൾ വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള ആപ്പുകൾ നമ്മളെ ഫയൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ആപ്പുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്കിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ സോഫ്റ്റ്വെയറായ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, അതുപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റേ എന്താണ് ടാലി പഠിക്കാനുള്ള ടാലി, പ്രൈം സോഫ്റ്റ്വെയർ, അതൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ. പിന്നെ പെർഫോം സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്, അതായത് നമുക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഫങ്ഷന് പെർഫോം ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സഹായിക്കും. പിന്നെന്താണ് റൺസ് ഓൺ ടോപ്പ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടോപ്പിൽ ടോപ്സിലായിട്ടാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസുകൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് വേർഡ് പ്രോസസ്സിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MS വേർഡ്, ഗൂഗിൾ ഡോക്സ് ഒക്കെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്പ്രെഡ്ഷീറ്റിന് MS Excel, പ്രസൻറ്റേഷൻ ടൂൾ പവർ പോയിൻ്റ്. പിന്നെ വെബ് ബ്രൗസേഴ്സ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, അതാണ് ക്രോം, ഫയർഫോക്സ്. പിന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറായ VLC, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ ഒക്കെ തുടങ്ങിയത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകളാണ്. പിന്നെ എന്താണ് ഗെയിംസും മൊബൈൽ ആപ്സും ഒക്കെ എന്താണ്
ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ ആണെങ്കിൽ എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത്, പ്രോഗ്രാം മെയ്ഡ് ഫോർ ദ യൂസർ ടു ഡു ഡെയിലി ടാസ്ക് ലൈക്ക് റൈറ്റിംഗ്, ബ്രൗസിങ്, കാൽക്കുലേഷൻ, ഡിസൈനിങ്, ഗെയിമിങ്, അങ്ങനെ യൂസർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി ടാസ്കുകൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അതൊക്കെ എന്താണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കി. ഇനി നെക്സ്റ്റ് വന്ന് നമുക്ക് നോക്കാവുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ടോ? എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞാൽ മറ്റ് സോഫ്റ്റ്വെയറുകളുടെ പോലെ തന്നെ ഉള്ള സോഫ്റ്റ്വെയറാണ്. ദാറ്റ് ഈസ് ഡിസൈൻ ടു കൺട്രോൾ, മാനേജ് ആൻഡ് ഓപ്പറേറ്റ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതായത് സാധാ പോലുള്ള ഇത് പോലെ തന്നെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, കൺട്രോൾ ചെയ്യാനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ യൂസർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത് എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്കിടയിലും ഹാർഡ്വെയറുകൾക്കിടയിലും ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാതെ നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസ് നടക്കില്ല കേട്ടോ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടായാൽ മാത്രമേ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നടക്കുള്ളൂ. ഓക്കെ, സിസ്റ്റം അതായത് നമുക്ക് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾസാണ് എന്ത്, ഓപ്പറേറ്റിംഗ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളതാണ്. അതായത് വിൻഡോസ്, ലിനക്സ് ഒക്കെ അതായത് നമ്മൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് എന്താണ് നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂല. ഓക്കെ, ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലാതെ വേണമെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. കാരണം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് നമുക്കൊരു പ്രത്യേക ഫെസിലിറ്റി ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്നാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ എന്താ ചെയ്യുക, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, പിന്നെ അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, യൂട്ടിലിറ്റി പ്രോസസ്സ് ആൻറ്റിവൈറസ്, ഡിസ്ക് ക്ലീനപ്പ്, ബാക്കപ്പ് ടൂൾസ് ഒക്കെ പോലുള്ളതൊക്കെ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, അതായത് പ്രിൻ്റർ ഡ്രൈവർ, ഓഡിയോ ഡ്രൈവർ ഒക്കെ എന്താണ് ഡിവൈസ് ഡ്രൈവേഴ്സിന് എക്സാമ്പിൾ. പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ ഒക്കെ എന്താണ് ലാംഗ്വേജ് അതായത് ഒരു നമുക്ക് എൻകോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ഇൻ്റർപ്രറ്ററും അസംബ്ലറും കമ്പൈലറൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നൊക്കെയാണെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് എ ടൈപ്പ് ഓഫ് system software that help in the maintenance and smooth functioning of a computer system. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നൊക്കെ ആണെങ്കിൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാ വേണ്ടിയാണ്, മെയിൻ്റെനൻസ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടും അതിൻ്റെ സ്മൂത്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
It focus on managing, analyzing and optimizing and securing the computer. കമ്പ്യൂട്ടറിനെ മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും സെക്യൂർ ചെയ്യാനൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ. ഇതിൻ്റെ ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഡിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ബാക്കപ്പ് ആൻഡ് റിക്കവറി ഉണ്ട്, പിന്നെ എന്താണ് സിസ്റ്റം മോണിറ്ററിങ്. അതൊക്കെ എന്താണ് യൂട്ടിലിറ്റി ഇതൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ. അതിൽ ഫയൽ മാനേജ്മെൻറ്റ് എന്താണ് എന്തിനാ ചെയ്യുന്നത്? ഫയലുകൾ ഓർഗനൈസ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെയാണ് ഫയൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യാൻ ഡീഫ്രാഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടും ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് ആൻറ്റിവൈറസുകൾ, ഫയർവാളുകൾ, എൻക്രിപ്ഷൻസൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിലാണ്. പിന്നെ ബാക്കപ്പ് എടുക്കാൻ, ഡാറ്റ റീസ്റ്റോർ ചെയ്യാനൊക്കെ, അതായത് ഡാറ്റ ലോസ് ചെയ്യാൻ റീസ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ ഹൂസ് സോഴ്സ് കോഡ് ഈസ് ഫ്രീലി അവൈലബിൾ ടു എവ്രി വൺ. അതായത് സോഴ്സ് കോഡ്, അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കോഡുകൾ ഉണ്ടാവുമല്ലോ, ആ കോഡ് നമുക്ക് കിട്ടും. അതായത് യൂസേഴ്സിന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പം എന്താണ്, ആ കോഡ് നമുക്ക് വ്യൂ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. അപ്പം എന്താണ്, ചില സോഫ്റ്റ്വെയറിൽ കോഡ് നമുക്ക് കാണില്ല. നമുക്ക് ആ സോഫ്റ്റ്വെയർ താനെ യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് നമുക്ക് മോഡിഫൈ ചെയ്യാനോ അതിലെന്തെങ്കിലും കറക്ഷൻ വരുത്താനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ നമുക്കത് മോഡിഫൈ ചെയ്യാം, അതിന് കറക്ഷൻ വരുത്താം ഒക്കെ ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്, ഇങ്ങനത്തെ സോഫ്റ്റ്വെയറുകൾ എന്താണെന്നാൽ ഫ്രീയോ അല്ലെങ്കിൽ ലോ കോസ്റ്റോ ആയിരിക്കും. ഓക്കെ. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് അവൈലബിൾ ആവും. ചില സോഫ്റ്റ്വെയർ നമ്മൾ പെയ്ഡ് വേർഷനാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ അതോറിറ്റീൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങണം. നമ്മൾ വാങ്ങിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ, ഈ ഓപ്പൺ സോഫ്റ്റ്വെയറിന് വേറെ പ്രത്യേകത എന്താ വെച്ചാൽ അത് കമ്മ്യൂണിറ്റി ഡെവലപ്പേഴ്സിന് സപ്പോർട്ടഡ് ബൈ കമ്മ്യൂണിറ്റീസ് ഓഫ് ഡെവലപ്പേഴ്സ്. അതായത് ആർക്ക് വേണമെങ്കിലും അത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അവരുടെ ഏത് ഡെവലപ്പേഴ്സിന് അത് അവരുടെ കമ്മ്യൂണിറ്റി അത് സപ്പോർട്ട് ചെയ്യും. ആ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് അവർക്ക് അത് ആ സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ വ്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ലിനക്സ്. അതായത് നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് അല്ലേ. പിന്നെ ലൈബ്ര ഓഫീസ്, പിന്നെ ജിംബ് ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ മോസില്ല ഫയർഫോക്സ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലോ കോസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസാണ്.
ഇനി നെക്സ്റ്റ് ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് എന്തായിരിക്കും, ഒരു കമ്പനീൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്തോ ആയിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. അതായത് സോഫ്റ്റ്വെയർ ഓൺഡ് ബൈ എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ. അപ്പം അവർക്ക് മാത്രമേ എന്താണ് ഈ കോഡ് കാണാനും അതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താനും പറ്റുള്ളൂ. അതായത് സോഴ്സ് കോഡ് ഈസ് നോട്ട് അവൈലബിൾ ടു യൂസേഴ്സിന് സോഴ്സ് കോഡ് തരില്ല. ഓക്കെ, യൂസേഴ്സ് മസ്റ്റ് പർച്ചേസ് എ ലൈസൻസ് ഓർ സബ്സ്ക്രിപ്ഷൻ ടു യൂസ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതായത് അവർ എന്തായാലും ആ ലൈസൻസ് പർച്ചേസ് ചെയ്യുകയും പിന്നെന്താണ് അത് സബ്സ്ക്രിപ്ഷന് അത് ഏറ്റെടുക്കുക ചെയ്യാൻ വേണം. ഒന്നെങ്കിൽ ലൈസൻസ് ഇതാക്കുക, എന്നിട്ട് അത് നമുക്ക് നടത്താനുള്ള അനുമതി തന്നണെന്നുള്ള നമ്മൾ ഇതാക്കുകയും ചെയ്യണം, അത് ഏറ്റെടുക്കുകയും വേണം. ഓക്കെ, കനോട്ട് ബി ലീഗലി മോഡിഫൈഡ് ഓർ റീഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് അത് മോഡിഫൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റൂല. ഓക്കെ, അതൊക്കെ എന്താണ് അതൊക്കെ അതായത് അത് അവരുടെ ആ സോഴ്സ് കോഡ് വരുമ്പോൾ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇതായിട്ട് നമ്മൾ ലീഗലായിട്ട് നല്ല രീതിയിലല്ല നമ്മളത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിക്കോ ആ ഇൻഡിവിജ്വലിനോ നമ്മളെ പേരിൽ കേസ് എടുക്കാൻ വരെ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതിലുള്ള എക്സാമ്പിൾസ് ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആരതാണ്, മൈക്രോസോഫ്റ്റിൻ്റെതാണ് അല്ലേ, മൈക്രോസോഫ്റ്റ് എന്ന കമ്പനീൻ്റെതാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, MS ഓഫീസ്, അഡോബ്, അതേപോലെ അഡോബ് ഫോട്ടോഷോപ്പ്, ആപ്പിൾ iOS ഒക്കെ എന്താണ് ഒക്കെ എന്താണ് കമ്പനീൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ അത് പർച്ചേസ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, ഓപ്പൺ സോഴ്സ് എന്താണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതായത് പറഞ്ഞാൽ അത് ഫ്രീ ആണ്, മോഡിഫയബിൾ ആണ്, കമ്മ്യൂണിറ്റി ഡ്രീവൺ ആണ്. പിന്നെ പ്രൊപ്രൈറ്ററി പറഞ്ഞാൽ പെയ്ഡ് ആണ്, ക്ലോസ്ഡ് സോഴ്സ് ആണ്, പിന്നെന്താണ് കമ്പനി കൺട്രോൾ ആണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺട്രോൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് മൊബൈൽ ആപ്സ്. മൊബൈൽ ആപ്സ് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാലേ, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പുകൾ, അതാണ് മൊബൈൽ ആപ്സ് അല്ലേ. മൊബൈൽ ആപ്സ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഡിസൈൻ ടു റൺ ഓൺ സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ്സ്. അതായത് സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ റൺ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിനെയാണ് മൊബൈൽ ആപ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആപ്സ് എന്നാൽ ആപ്ലിക്കേഷൻ കേട്ടോ. ദേ മേക്ക് മൊബൈൽ ഡിവൈസസ് മോർ യൂസ്ഫുൾ ബൈ അലോയിങ് യൂസേഴ്സ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ലൈക്ക് ചാറ്റിംഗ്, ഷോപ്പിംഗ്, ലേണിംഗ്, ഗെയിമിംഗ് ഓർ ബാങ്കിങ്. അതായത് ഈ മൊബൈൽ ഡിവൈസസുകൾ നമ്മൾ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് യൂസേഴ്സ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്, അതായത് നമുക്ക് ചാറ്റ് ചെയ്യാനോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടോ നമുക്ക് ലേണിംഗ് പർപ്പസിനോ ഗെയിമിങ്ങിനോ ബാങ്കിങ്ങിനൊക്കെ നമുക്ക് എന്താണ് ഈ മൊബൈൽ ആപ്സുകൾ യൂസ് ചെയ്യുക. ഓരോന്നിനും ഓരോരോ രൂപത്തിലുള്ള ആപ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇനി മൊബൈൽ ആപ്സുകളുടെ ടൈപ്സ്, ഏതൊക്കെ ടൈപ്സ് മൊബൈൽ ആപ്പുകളാണ് ഉള്ളത് നോക്കാം. അതിൽ നേറ്റീവ് ആപ്സ്, വെബ് ആപ്സ്, ഹൈബ്രിഡ് ആപ്സ്, ഇതൊക്കെയാണ് എന്ത് മൊബൈൽ ആപ്പുകൾ. അതിൽ നേറ്റീവ് ആപ്സ് എന്നാണ് ബിൽറ്റ് ഫോർ സ്പെസിഫിക് പ്ലാറ്റ്ഫോം. അതായത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ബിൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് നേറ്റീവ് ആപ്പ്. അതായത് ആൻഡ്രോയിഡ് iOS ഒക്കെ കേട്ടിട്ടില്ലേ, അതിൽ ആൻഡ്രോയിഡ് iOS ഒക്കെ എന്താണ് നേറ്റീവ് ആപ്സുകളാണ്. നെക്സ്റ്റ് വണ്ണാണ് വെബ് ആപ്സ്. വെബ് ആപ്സ് എന്നാൽ റൺ ഇൻസൈഡ് എ വെബ് ബ്രൗസർ, നോ ഇൻസ്റ്റാളേഷൻ നീഡഡ്. അതായത് നമുക്ക് വെബ് ബ്രൗസറിൽ അത് റൺ ചെയ്യും, അത് വർക്ക് ചെയ്യും, അത് ഇൻസ്റ്റാളേഷന് ആവശ്യമില്ല. ഫേസ്ബുക്ക് ലൈറ്റ്, അതായത്
അതിന് എക്സാമ്പിൾസ് ആണ് ഫേസ്ബുക്ക് ലൈറ്റ് ബ്രൗസേഴ്സ് വേർഷൻ ആണ് അതിലുള്ളത്. ഓക്കെ, ഇനി ഹൈബ്രിഡ് ആപ്സ്. ഹൈബ്രിഡ് എന്ന കോമ്പിനേഷൻ ഓഫ് നാറ്റീവ് ആൻഡ് വെബ് ആപ്സ് റൺ ഓൺ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യണ വെബ് ആപ്സിൻ്റെയും നാറ്റീവ് ആപ്സിൻ്റെയും കോമ്പിനേഷൻ ആണ് എന്ത് ഹൈബ്രിഡ് ആപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഊബർ, ട്വിറ്റർ അല്ലേ, ഹൈബ്രിഡ് ആപ്സിന് എക്സാമ്പിൾസ് ആണ്. അതെന്താ പറഞ്ഞാൽ നേറ്റീവ് ആപ്സും വെബ് ആപ്സും കൂടെ ഒരു മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് മൊബൈൽ ആപ്സ്. മൊബൈൽ ആപ്സിന് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? അതിൽ ഫസ്റ്റ് വൺ സോഷ്യൽ മീഡിയ ആപ്പ്. സോഷ്യൽ മീഡിയ ആപ്പുകളാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ ഉള്ളതാണ് എന്താണ് മൊബൈൽ ആപ്സിൻ്റെ സോഷ്യൽ മീഡിയ ആപ്പുകൾ. പിന്നെ മെസ്സേജിങ് ആപ്സ് ആണ് വാട്സപ്പ്, ടെലഗ്രാം. സോറി, ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വരും അല്ലേ. അതേപോലെ തന്നെ അത് മെസ്സേജിങ് ആപ്പായിട്ടും വാട്സപ്പ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഷോപ്പിംഗ് ആപ്സ് ആണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയത്. അതേപോലെ എഡ്യൂക്കേഷൻ ആപ്സ് ആണ് ബൈജൂസ് അല്ലേ, കേട്ടിട്ടുണ്ടാവും അല്ലേ. ബൈജൂസ്, സൈലം ഒക്കെ ഉള്ളത് എന്താണ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള എൻട്രി ഒക്കെ എന്താണ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആപ്പുകളാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ളതാണ് യൂട്യൂബ്, സ്പോട്ടിഫൈ ഒക്കെ ഉള്ളത് എന്താണ് എൻ്റർടൈൻമെൻറ്റ് ആപ്പുകൾ. എൻ്റർടൈൻമെൻറ്റ് ആപ്പുകൾ അതുകൂടാതെ കുറേ വേറെയും ഇപ്പോൾ ഉണ്ട് അല്ലേ അതിൽ. അപ്പം എന്താണ് നമുക്ക് മൊബൈൽ ആപ്സ് പറഞ്ഞാൽ എന്താണ് ഒരു സ്മോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം, അതായത് ഫോണിലോ ടാബ്ലറ്റിലോ ഉള്ള ഒരു സ്മോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ് യൂസേഴ്സ് ടു ഡെയിലി ടാസ്ക്, അതായത് കമ്മ്യൂണിക്കേഷനോ ഷോപ്പിങ്ങോ ലേണിങ്ങോ എൻ്റർടൈൻമെൻറ്റോ പോലെയുള്ള ഡെയിലി ടാസ്കുകൾ നടത്താനും വേണ്ടിയിട്ട് യൂസേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന മൊബൈലിലോ ടാബ്ലറ്റിലോ യൂസ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസുകളാണ് എന്ത് മൊബൈൽ ആപ്സ് എന്ന് പറയുന്നത്. ഓക്കെ.